ഹായ്, യൂണിറ്റ് 15 പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് പഠിച്ചത്. അതിന് മുമ്പ് നമ്മൾ ജോബ് കോസ്റ്റിംഗ്, അതിന് മുമ്പ് യൂണിറ്റ് കോസ്റ്റിംഗ്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പം ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ട് ആ ജോബ് തീരുമ്പോഴത്തേനും നമുക്ക് എത്രത്തോളം എക്സ്പെൻസസ് ആയി അതിൻ്റെ കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് മോർ ദാൻ 1 ഇയറിലോട്ട് വരുന്നത് ജോബിന് വേണ്ടി. ഒരു കോൺട്രാക്റ്റാണ് അവിടെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരിക. അതിൻ്റെ കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അതായത് മോർ ദാൻ 1 ഇയറിലോട്ട് വരുന്ന ജോബിൻ്റെ കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. അടുത്തത് വരുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ഒരു 3-4 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ഫസ്റ്റത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് പ്രോസസ്സിൻ്റെ ഇൻപുട്ട്. അതേമാതിരി സെക്കൻഡ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും തേർഡ് പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആയിരിക്കും. അപ്പം അതാണ് പല പ്രോസസ്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞ അവസാനമാണ് നമുക്ക് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടുക. അങ്ങനത്തെ വേ ഓഫ് പ്രൊഡക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മീനിങ് ആൻഡ് ആപ്ലിക്കേഷൻ. Method of process costing refers to the method of ascertaining the cost of product at each stage of process of manufacture, where a product passes through different consecutive processes of production, each distinct and well defined. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സിനകത്ത് ഓരോ പ്രോസസ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, അതായത് വ്യത്യാസം ഉണ്ടാവും. അതേമാതിരി വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ പ്രൊഡക്ഷനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ സൈക്കിളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതിന് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. അതേമാതിരി ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹോമോജീനിയസ് ആയിരിക്കും. അതായത് ഒരു പ്രോസസ്സ് കൂടെ പാസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാ ഔട്ട്പുട്ടുകളും, അതായത് ഒരു പ്രോസസ്സ് 1ൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം സിമിലർ ആയിരിക്കും, എല്ലാം ഒരേപോലത്തെ സാധനങ്ങളായിരിക്കും. അതേമാതിരി ആ പ്രോസസ്സ് 1ൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും പ്രോസസ്സ് 2ൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അതേമാതിരി പ്രോസസ്സ് 2ൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം സിമിലർ ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതേമാതിരി ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. ഇത് സ്റ്റോക്ക് ആൻഡ് സെയിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ലോങ് പ്രോസസ്സുള്ള പ്രൊഡക്ഷൻസ് നടത്താറ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് ഇസ് യൂസ്ഡ് ഓൺലി വെർ ദി ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് the result of a series of such process that the output of one process passes on as a raw material to the next process and may otherwise be saleable as a finished product in the market. ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫസ്റ്റത്തെ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേമാതിരി അതങ്ങനെ പാസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ് അവസാനം നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് ആവുക. പക്ഷേ ഈ ഓരോ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ പ്രോസസ്സ് 1ൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി പ്രോസസ്സ് 2ൻ്റെ ഫിനിഷ്ഡ് ഗുഡ് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഒരു കോട്ടൺ ടെക്സ്റ്റൈൽ മില്ലിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 പ്രോസസ്സസ് ആണ് ഉള്ളത്: സ്പിന്നിങ് പ്രോസസ്സ്, വീവിങ് പ്രോസസ്സ്, ഫിനിഷിംഗ് പ്രോസസ്സ്. ഇതിനകത്ത് സ്പിന്നിങ് പ്രോസസ്സ് ഇപ്പം ആ യാൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഹാൻഡ്ലൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ചക്രത്തിൽ ഇങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ പോയിട്ട് ഒരു നൂലുണ്ടാക്കുന്ന രീതിയിലുള്ളത്, അത് ഒരു പ്രോസസ്സാണ്. പിന്നെ ആ നൂല് വെച്ചിട്ടൊരു ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീവിങ് പ്രോസസ്സസ് ഉണ്ട്. ഈ വീവ് ചെയ്ത സാധനം തന്നെ പോളിഷ് അതായത് ഫിനിഷ് ആക്കുന്നതിന് പ്രോസസ്സ്, ഡൈ ചെയ്യലും പ്രിന്റ് ചെയ്യലും, ഇതൊക്കെ ഫിനിഷിങ് പ്രോസസ്സിലാണ് വരിക. അപ്പം ഈ ക്ലോത്ത് സ്പിന്നിങ് പ്രോസസ്സ് കഴിഞ്ഞ്, അതായത് നമ്മൾ യാൺ ഉണ്ടാക്കുന്ന സമയത്ത് യാൺ ആണ് നമ്മുടെ വീവിങ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയലായിട്ട് വരിക. വേണമെങ്കിൽ നമുക്ക് യാൺ വീവിങ് പ്രോസസ്സിന് സർപ്ലസ് ആണ്, അതായത് നമുക്ക് ആവശ്യത്തിനെക്കാട്ട് കൂടുതൽ യാൺ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യാണായിട്ട് തന്നെ വേണമെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി വീവിങ് പ്രോസസ്സിനകത്തോട്ട് വന്ന യാൺ വീവിങ് പ്രോസസ്സ് കഴിയുമ്പം അത് ക്ലോത്തായിട്ട് മാറും. ആ ക്ലോത്ത് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം. നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് നമ്മൾ ഫിനിഷിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റേജ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും.
അതല്ലാത്ത നമുക്ക് സർപ്ലസ് ആയിട്ട് വരുന്ന നമുക്ക് ക്ലോത്ത് ആയിട്ട് തന്നെ വിൽക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ്. അടി വരുന്നതാണ്. നമുക്ക് ഈ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് പാസസ് ത്രൂ എ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ഓർ പ്രോസസ്സസ്. എല്ലാ സാധനവും, അതായത് ഫിനിഷ്ഡ് ഗുഡ് അവസാനം, അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അത് ഒരു പല കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്ഷനായിരിക്കും. അത് പല സ്റ്റേജസിലൂടെ പല പ്രോസസ്സിലൂടെ പോയിട്ടാണ് അവസാനത്തെ ഫിനിഷ്ഡ് ഗുഡ് ആവുക. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദി ഇൻപുട്ട് ഓഫ് ദി നെക്സ്റ്റ് പ്രോസസ് ടിൽ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻ. ഒരു പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേമാതിരി അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡായിരിക്കും നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. തേർഡ് ഫീച്ചർ പ്രൊഡക്റ്റ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹോമോജിയസ്. സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും, എല്ലാം സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സും ആയിരിക്കും. ആൻഡ് ഫോർത്ത് വൺ, ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് മേ ബി സെയിലബിൾ ഇൻ ദ മാർക്കറ്റ്. അതിൻ്റെ ഓരോ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ സെല് ചെയ്യാം. അതായത് അടുത്ത പ്രോസസ്സിനകത്ത് ട്രാൻസ്ഫർ ചെയ്തതിനായിട്ട് എക്സസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സെല് ചെയ്യാനായിട്ടും സാധിക്കും. ഫിഫ്ത്ത് വൺ, ദി പ്രോസസ് ഓഫ് റോ മെറ്റീരിയൽ മേ ഗീവ് റൈസ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ജോയിൻറ്റ് ഓർ ബൈ പ്രൊഡക്ട്സ്. റോ മെറ്റീരിയൽസിൻ്റെ പ്രോസസ്സ് ചില സമയത്ത് നമുക്ക് ജോയിൻറ്റ് പ്രൊഡക്ട്സ് കിട്ടും, അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സ് കിട്ടും. ജോയിൻറ്റ് പ്രൊഡക്ട്സ്, ബൈ പ്രൊഡക്ട്സ് നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അതാണ് അഞ്ച് ഫീച്ചേഴ്സാണ് പ്രോസസ് കോസ്റ്റിങ്ങിനുള്ളത്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഇൻഡസ്ട്രീൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ വർക്ക്, ഡിസ്റ്റിലറീസ്, ടെക്സ്റ്റൈൽ മിൽസ്, ഷുഗർ വർക്ക്സ്, സോപ്പ് മേക്കിംഗ്, പേപ്പർ മിൽസ്, ഫുഡ് പ്രോസസ്സിംഗ് എക്സെട്ര. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗും ജോബ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിനകത്ത്. ഫസ്റ്റ് വൺ, job costing measures product cost in industries where production is intermittent and against specific order. ജോബ് കോസ്റ്റിംഗ് നമ്മൾ ഒരു സ്പെസിഫിക് ഓർഡർ, ഒരു കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് ചെയ്യാം. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ സ്റ്റോക്ക് ആൻഡ് സെയിൽ. അതായത് ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടല്ല നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുക. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രൊഡക്ഷൻ നിർത്തൂല. സ്റ്റോക്ക് ആൻഡ് സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഇൻഡസ്ട്രീസൊക്കെ വർക്കാവുക. അടുത്ത ഡിഫറൻസ് പറയുന്നത് ഓരോ ജോബിനും ഇൻഡിവിജ്വൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡേഴ്സ് ആകുമ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ് കളക്ഷനും അനലൈസും നമുക്ക് ഈസി ആയിരിക്കും. അത് നമ്മൾ ടൈമിനനുസരിച്ചിട്ടല്ല നമ്മളിതിൻ്റെ കോസ്റ്റ്, അതായത് ഓരോ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ കോസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് അല്ല, ടൈം ബേസിസിനകത്താണ്. അതായത് ഒരു വർഷത്തിൽ നമ്മൾ എത്രത്തോളം എക്സ്പെൻസസുകൾ നമ്മൾ വന്നിട്ടുണ്ട്, ഓരോ പ്രോസസ്സിന് എത്രത്തോളം എക്സ്പെൻസസുകൾ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ കോസ്റ്റ് കളക്ട് ചെയ്യുക. തേർഡ് ഡിഫറൻസ്, ജോബ് കോസ്റ്റ് എന്ന് പറയുന്നത് ടെർമിനൽ കോസ്റ്റാണ്. അതായത് ഓരോ പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അതായത് ഒരു ജോബ് തീരുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്പെൻസസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഡിസ്പോസ് ഓഫ് ചെയ്യും. അതായത് ഇപ്പോൾ ആ ജോബ് നമുക്ക് ഇൻകർ ചെയ്ത എക്സ്പെൻസസുകളെല്ലാം അതിൻ്റെ റവന്യൂ കിട്ടുമ്പോൾ നമുക്കത് റിക്കവറായിട്ട് പോകും. അതാണ് ഡിസ്പോസ്ഡ് ഓഫ്. ആ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ എല്ലാ എക്സ്പെൻസസും ഡിസ്പോസ് ഓഫ് ആവും. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് അല്ല, അത് പീരീഡ് കോസ്റ്റാണ്. അതായത് ആ അക്കൗണ്ടിങ് പീരീഡ്, ആ സ്പെസിഫിക് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അതല്ലാതെ ആ ജോബ്, അതായത് ഇത്ര പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റിംഗ് അങ്ങനെയല്ല. അത് ഫുൾ ഒരു 1 ഇയറിലോട്ടാണ്, അക്കൗണ്ടിങ് പീരീഡിനകത്തോട്ടാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് നോക്കുക. അതാണ് പീരീഡ് കോസ്റ്റ് ആണെന്ന് പറയാൻ കാരണം. ഇനി ഫോർത്ത് ഡിഫറൻസ്, കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഓർഡർ ഓർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ വിത്തൗട്ട് അവറേജിങ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ്റെ ആവറേജ് നോക്കിയിട്ടല്ല നമ്മൾ ഒരു ജോബിൻ്റെ എക്സ്പെൻസസ് കോസ്റ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ഓരോ ജോബിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കോസ്റ്റും എക്സ്പെൻസസുകളാണ് വരിക. അപ്പോൾ ആ പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് ആണ് നമ്മൾ ജോബ് കോസ്റ്റിങ്ങിന് കൺസിഡർ ചെയ്യുക. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആവറേജ് കോസ്റ്റാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. അതിനകത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ജോബ് കോസ്റ്റിങ്ങിൽ യൂഷ്വലി വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാറില്ല. ഫിഫ്ത്ത് വൺ, യൂഷ്വലി നോ ട്രാൻസ്ഫർ ഫ്രോം ജോബ് ടു അനദർ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് സർപ്ലസ് മെറ്റീരിയൽ. ജോബിലാവുമ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഒരു
ജോബിൽ നിന്നും വേറൊരു ജോബിലോട്ട് യൂഷ്വലി ട്രാൻസ്ഫർ ചെയ്യാറില്ല. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡാണ് അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ. ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും ടിൽ ഇറ്റ് ബിക്കംസ് എ ഫിനിഷ്ഡ് ഗുഡ്. അതൊരു ഫിനിഷ്ഡ് ഗുഡ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് ഒരു പ്രോസസ്സിൽ നിന്ന് വേറെ പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. സിക്സ്ത് ഡിഫറൻസ്, ദർ മേ ഓർ മേ നോട്ട് ബി വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെങ്കിലും ഉണ്ടാവും. സെവൻത്ത് വൺ, പ്രോപ്പർ കൺട്രോൾ റിക്വയർസ് ഗ്രേറ്റ് സൂപ്പർവിഷൻ. ജോബ് കോസ്റ്റിങ്ങിൽ പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ്റെ ഇതുണ്ട്. കാരണം ഓരോ ജോബും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് സൂപ്പർവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, പ്രൊഡക്ഷൻ മോർ സ്റ്റേബിൾ ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുമ്പോൾ. അപ്പം അത്രത്തോളം സൂപ്പർവിഷൻ്റെ കൺട്രോളിൻ്റെ ആവശ്യം നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിൽ വേണ്ടി വരില്ല. എയ്ത്ത് ഡിഫറൻസ്, അതായത് നമുക്ക് ജോബ് ഓരോ സ്പെസിഫിക് ഓർഡറിനനുസരിച്ചുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓർഡറിൻ്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള വർക്കാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് അല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ്. എപ്പോഴും സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ഓരോ പ്രോസസ്സും എപ്പോഴും സെയിം ആയിരിക്കും. അതായത് പ്രോസസ് 1 എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ സ്പിന്നിങ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ് 1 സ്പിന്നിങ് എപ്പോഴും സ്പിന്നിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതല്ലാതെ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അതായത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ല. ആൻഡ് ദർ ഈസ് എ സ്പെസിഫിക് റീസൺ, ഒരു സ്പെസിഫിക് ഒരു കോസ്റ്റ് കൺട്രോൾ അങ്ങനെ എന്തെങ്കിലും മെഷർ അല്ലാതെ പേർപ്പസ്, ഓരോ പ്രോസസ്സിൻ്റെ പേർപ്പസ് ഒക്കെ സെയിം ആയിരിക്കും. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Process costing applies to industries where production is continuous and passes through a series of processes each distinct and well defined. പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉള്ള സ്ഥലത്താണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. അതേമാതിരി ഫിനിഷ് ഗുഡ് ആവുന്നതിന് മുമ്പ് പല പ്രോസസ്സിനോട് കയറി ഇറങ്ങി പോകുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഓൾ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ക്ലാസിഫൈഡ് ബൈ പ്രോസസ്സസ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആകുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ജോബിൻ്റെതാണ് കോസ്റ്റ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. പക്ഷേ ഇവിടെ പ്രോസസ്സാണ് നമ്മുടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ, അൻ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിനും നമ്മൾ ഓരോ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഫോർത്ത് വൺ, പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഓൾസോ റെക്കോർഡഡ് ഇൻ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഓരോ പ്രോസസ് അക്കൗണ്ടിലും എത്രത്തോളം പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് അറ്റ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സ് കഴിയുമ്പോൾ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രത്തോളം ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേലും അതിൻ്റെ ഔട്ട്പുട്ടിന് ആവറേജ് എത്രത്തോളം ഒരു യൂണിറ്റ് എത്ര കോസ്റ്റ് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കും. സിക്സ്ത് വൺ, സിക്സ് ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ബട്ട് ലാസ്റ്റ് പ്രോസസ് ബിക്കം ദി ഇൻപുട്ട് ഓഫ് ദി നെക്സ്റ്റ് പ്രോസസ് ആൻഡ് ദാറ്റ് ഓഫ് ദി ലാസ്റ്റ് പ്രോസസ് ഇസ് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോസസ് 1ൻ്റെ ഔട്ട്പുട്ടാണ് പ്രോസസ് 2ൻ്റെ റോ മെറ്റീരിയൽ, പ്രോസസ് 2ൻ്റെ ഔട്ട്പുട്ടാണ് പ്രോസസ് 3ൻ്റെ റോ മെറ്റീരിയൽ. അവസാനത്തെ ഫിനിഷ്ഡ് ഗുഡ് ആവുന്നത് വരെ ലാസ്റ്റത്തെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലോട്ട് നമ്മളെ പ്രോഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ലാസ്റ്റത്തെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊവൈഡ്സ് ദി ബേസിസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ്. ഓരോ പ്രോസസ്സിൽ നിന്നും അടുത്ത പ്രോസസ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് അനുസരിച്ചിട്ട് ആണ്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അടുത്തത് നോക്കാം. അടുത്തത് കോസ്റ്റിംഗ് പ്രൊസീജിയറാണ്. എങ്ങനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുക, അതായത് പ്രോസസ് കോസ്റ്റിംഗ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ് കോസ്റ്റിംഗ് ഓരോ പ്രോസസ്സിനും നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, റെക്കോർഡ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ പെർഫോമയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ നോർമൽ ഒരു അക്കൗണ്ട് എങ്ങനെയാണോ അത് തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രോസസ് അക്കൗണ്ടിന് ക്വാണ്ടിറ്റീൻ്റെ ഒരു കോളം വരും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസും എല്ലാ കോസ്റ്റുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതായത് പ്രോസസ് 1-നകത്ത് നമുക്ക് എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നമ്മളതിന് യൂസ് ചെയ്തിട്ട് എന്തൊത്തോളം എക്സ്പെൻസസ് നമ്മൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ
നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും ഓരോ പ്രോസസ് അക്കൗണ്ടിനകത്തും. അതിനകത്ത് ക്വാണ്ടിറ്റി നമ്മൾ എത്രത്തോളം എമൗണ്ട് ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ റെക്കോർഡ് ചെയ്തു. ക്വാണ്ടിറ്റി നമുക്ക് മെയിനായിട്ട് വരുന്നത് റോ മെറ്റീരിയൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ക്വാണ്ടിറ്റീൻ്റെ വരിക. അതല്ലാത്ത ചിലപ്പോൾ ലേബർ എക്സ്പെൻസസ് ഉണ്ടാവും, അതിനകത്തൊന്നും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, എക്സ്പെൻസിൻ്റെ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഇങ്ങനത്തെ എല്ലാ എക്സ്പെൻസസുകളും അതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്സിനകത്തോട്ട് ചാർജ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെബിറ്റ് ഈച്ച് പ്രോസസ് അക്കൗണ്ട് വിത്ത് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ആസ് ഗീവൺ ഓർ ഓൺ സം ഇക്വിറ്റബിൾ ബേസിസ്. അതായത് കോമൺ ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അതായത് ഇപ്പം ഫുൾ ഫെസിലിറ്റീൻ്റെ ഇപ്പം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, ഓരോ പ്രോസസ്സും ഓരോ ഫ്ലോറിലൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് ഓരോ പ്രോസസ്സിൻ്റെയും എടുക്കുന്ന ഏരിയ എത്രയാണോ അത്രത്തോളം അത് വെച്ചിട്ട് നമ്മൾ അപ്പോർഷൻമെൻറ്റ് നമ്മൾ നേരത്തെ യൂണിറ്റ് പഠിച്ചത് അതേപോലെ തന്നെ ഇവിടെ പ്രോസസ്സസ് ആണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്പോർഷൻമെൻറ്റ് ചെയ്യാം. ആ എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്യുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക പ്രോസസ് അക്കൗണ്ടിൽ. ഫോർത്ത് സ്റ്റെപ്പ് ക്രെഡിറ്റ് ദ പ്രോസസ് അക്കൗണ്ട് വിത്ത് റിലയബിൾ വാല്യൂ സ്ക്രാപ്പ് ആൻഡ് കണ്ടെയ്നേഴ്സ് ഓഫ് മെറ്റീരിയൽസ് റിട്ടേൺ ഓർ സോൾഡ്. അതായത് നമ്മൾ പ്രോസസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ക്രാപ്പ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനം വേസ്റ്റുകൾ വന്നിട്ടുണ്ട്, അല്ലാതെ കണ്ടെയ്നേഴ്സ് റോ മെറ്റീരിയൽസ് ഇറക്കി വന്ന കണ്ടെയ്നേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്തപ്പം അല്ലെങ്കിൽ സെല് ചെയ്ത സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ ഉള്ള എല്ലാ റെസീപ്റ്റ്സുകളും നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോസസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ടോട്ടൽ എത്രത്തോളം കോസ്റ്റ് നമ്മൾ ആ പ്രോസസ്സിനായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എത്രയായി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്സ്, ടോട്ടൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കോസ്റ്റ് കിട്ടുക. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. സിക്സ്ത് സ്റ്റെപ്പ് ഇഫ് ദി ഹോൾ ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ദി നെക്സ്റ്റ് പ്രോസസ്. അതായത് മൊത്തം ഒരു പ്രോസസ്സിൻ്റെ ഫുൾ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത പ്രോസസ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോസസ്സിൻ്റെ പേര് എഴുതിയിട്ട് അത് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് പ്രോസസ് 1ൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പ്രോസസ് 2-ലാത്തോട്ട് നമ്മൾ ഫുൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ് 2ൻ്റെ പേരിൽ പ്രോസസ് 2 എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകേസ് നമ്മൾ കുറച്ച് പോർഷൻ നമ്മൾ സെല്ല് ചെയ്തു, കുറച്ച് പോർഷൻ മാത്രമാണ് നെക്സ്റ്റ് പ്രോസസ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തതെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്ത അത്രത്തോളം ഔട്ട്പുട്ട് നമ്മൾ സെല്ല് ചെയ്തു എന്നും പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. കോസ്റ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പോർഷൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ സെയിൽസ് വാല്യൂവിലല്ല നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, കോസ്റ്റ് വാല്യൂവിൽ തന്നെയാണ്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പം ആ കോസ്റ്റിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ സെല്ല് ചെയ്യണ അത്രയും പോർഷന് നമ്മൾ ചാർജ് ചെയ്യുക, അതല്ലാതെ സെയിൽസ് വാല്യൂവിലല്ല. എട്ടാമത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്, പാക്കിങ്ങിന് ഫിനിഷ് കൂടെ ആക്കാൻ നേരത്ത് വരുന്ന പാക്കിങ്ങിന് കാര്യത്തിനുള്ള എല്ലാ എക്സ്പെൻസുകളും അതൊക്കെ ലാസ്റ്റ് പ്രോസസ് അക്കൗണ്ടിനകത്താണ് നമ്മൾ ചാർജ് ചെയ്യുക. അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നയൻത്ത് സ്റ്റെപ്പ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് പ്രോസസ് ഷാൽ ബി ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം ഈ ടോട്ടൽ കോസ്റ്റ് ആ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടോട്ടൽ ഫുൾ കോസ്റ്റ് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് മാതിരിയാണ്. അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ വരുന്നതിനനുസരിച്ച് ക്രെഡിറ്റ് ചെയ്യും. അതുമാതിരി ക്രോസ് പ്രോഫിറ്റൊക്കെ നമ്മൾ അസേർട്ട് ചെയ്യുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അതാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ. ഇനി എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ABC ആണ് പ്രോസസ്സുകൾ. 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ പ്രോസസ്സിനും വരുന്ന മെറ്റീരിയൽസ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് 4500 ആണ്. ദർ ആർ ടു ബി അപ്പോർഷൻ ടു ദി പ്രോസസ് ഓൺ ദി ബേസ് ഓഫ് ഡയറക്റ്റ് വേജ് കോസ്റ്റ്. വേജ് കോസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അതായത് 4500 അപ്പോർഷൻ ചെയ്യേണ്ടത് ഡയറക്റ്റ് വേജിൻ്റെ ബേസിസിലാണ്. അതൊക്കെ നമ്മൾ നേരത്തെ യൂണിറ്റ്സിൽ പഠിച്ചതാണ്, ഞാനത് എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോസസ് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. അതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എക്സ്പെൻസ്, വേജസിൻ്റെ എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസസുകളും എഴുതി. അതേമാതിരി ഓവർ ഹെഡ്സ് എത്രയാണോ അത് എഴുതി. അതിൻ്റെ ടോട്ടലാണ് ഇത് 6050. ഇത് നമ്മൾ ഫുള്ളായിട്ട് നെക്സ്റ്റ് പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ടു
അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രോസസ് ബി എന്ന് എഴുതണം. ട്രാൻസ്ഫർ ടു ബി. ഈ ഫുൾ വാല്യൂ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ്, കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ ഫുൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് ഉണ്ടോ ഔട്ട്പുട്ട് അത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും. അതാണ് ഇത്. അങ്ങനെ ഇത് നമ്മൾ അടുത്ത പ്രോസസ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത പ്രോസസ്സ് അക്കൗണ്ടും ഇതേപോലെ തന്നെ സെയിം ആണ്. ട്രാൻസ്ഫർ ഫ്രം പ്രോസസ്സ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് വന്നത്. പിന്നെ സെയിം ബാക്കി ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർ ഹെഡ്സ് ഇതെല്ലാം കൂടെ ചാർജ് ചെയ്യുക. അതിൻ്റെ സം എടുക്കുക. അത് അതേപോലെ തന്നെ പ്രോസസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ പ്രോസസ് സിയിലും സെയിം പ്രൊസീജിയേഴ്സ് ആണ്. പ്രോസസ് സിയിൽ വരുമ്പം അവസാനം നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അടുത്തത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് സി. ഇവിടെ കണ്ടോ എത്ര യൂണിറ്റ് ഉണ്ട്, എത്രത്തോളം കോസ്റ്റ് ഉണ്ട്. ഇനി ഓരോ സാധനം സെയിൽ ചെയ്യുമ്പം നമ്മൾ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഏത് സെയിൽസ് വാല്യൂ നോക്കിയിട്ട് ഇതിന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് പ്രോസസ് കോസ്റ്റിംഗ്. നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെ എല്ലാ എക്സ്പെൻസുകളും ലെഫ്റ്റ് സൈഡിലിടും. ഓവർ ഹെഡ്സ് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്തിട്ട് അതും ഡെബിറ്റ് സൈഡിലിടും. അതേമാതിരി അടുത്ത പ്രോസസ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് പ്രോസസ്സിനകത്തോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ പേര് കൊടുത്ത് നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. അത്രയാണുള്ളത്. ഇനി അടുത്തത് പ്രോസസ് ലോസസ്. ഇപ്പം ഒരു പ്രോസസ്സിൽ നിന്ന് വേറെ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അതേമാതിരി ഓരോ പ്രോസസ്സിൽ നിന്ന് തീരുമ്പോഴും നമുക്ക് ഒരുപാട് ചില ലോസസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് പ്രോസസ് ലോസസ് എന്ന് പറയുന്നത്. പ്രോസസ് ലോസസ് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോർമൽ പ്രോസസ് ലോസും ഒന്ന് അബ്നോർമൽ പ്രോസസ് ലോസും. നമ്മൾ നോർമലി പറയാറുള്ള പോലെ തന്നെയാണ്. നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുമ്പോൾ സാധാരണ പ്രൊഡക്ഷൻ്റെ ഇടയിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ലോസിനെയാണ് നമ്മൾ നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയാം. അതായത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ്റെ സമയത്ത് സംഭവിക്കുന്ന ലോസാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമൽ വേസ്റ്റേജ് ആണ്, ലോ വേസ്റ്റേജ് ആയിട്ട് തന്നെയാണ് കൂട്ടുക. നോർമൽ പ്രോസസ് ലോസ് ഓർ നോർമൽ വേസ്റ്റേജ് എന്നാണ് നമ്മളിതിന് പറയാം. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ലോസുകൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ കൂട്ടുക തന്നെയാണ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് ആ പ്രോസസ്സിൻ്റെ ലോസ് അതായത് എത്രത്തോളമാണോ അതിനനുസരിച്ച് അതിനകത്തോട്ട് തന്നെ ചാർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് എ നോർമൽ ഷുഡ് ബി അബ്സോർബ് ബൈ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് യൂണിറ്റ്സ്. എത്രത്തോളം നല്ല യൂണിറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനകത്തോട്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ ഇത്രയാണ്, 500 യൂണിറ്റ്സ് ആണ് മെറ്റീരിയൽ. ലേബർ, ഓവർ ഹെഡ്സ്, എക്സ്പെൻസസ് ചാർജ് ചെയ്തു. ഇതിനകത്ത് നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്ന യൂണിറ്റ്സ് 50 ആണ്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് 50. ഈ 50 എവിടെ നിന്നാണ് വന്നത്? 5000 ഡിവൈഡഡ് ബൈ 500 10 ആണ്. ഓക്കെ, അപ്പം ഒരു നോർമൽ യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. ഇതാണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് 10 ഈ 50 എങ്ങനെയാണ് വന്നത്? ഇവിടെ 10% ഓഫ് മെറ്റീരിയൽ ഈസ് നോർമലി ലോസ്റ്റ്. അതായത് 500ൻ്റെ 10% അതാണ് ഈ 50 വരിക. 500ൻ്റെ 10%. നോർമൽ ലോസ് മെറ്റീരിയലിൻ്റെ 10% ആണ് നോർമൽ വേസ്റ്റേജ് ആയിട്ട് വരിക. അത് റിയലൈസ് ചെയ്യുന്ന വാല്യൂ എന്താണ്? ₹1 ആണ്. അപ്പോൾ 1 × 50 50. അതാണിത്. ഇതെന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് നോർമൽ ലോസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇത് ബാലൻസിങ് ഫിഗറാണ്. അതായത് 500 യൂണിറ്റ്സ് ആണ് റോ മെറ്റീരിയൽസ്. നോർമൽ ലോസ് വേസ്റ്റേജ് ആയിട്ടുള്ള 50 ലെസ് ചെയ്യുമ്പോൾ ബാലൻസ് 450 യൂണിറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ ആണ് ഇത്ര. ഇതാണ് ബാലൻസിങ് ഫിഗറായിട്ട് വരിക. ഇതിൻ്റെ ടോട്ടൽ എടുക്കുക, അതായത് എല്ലാ എക്സ്പെൻസസിൻ്റെ ടോട്ടൽ എടുക്കുക, ലെസ് നമ്മൾ നോർമൽ ലോസിൻ്റെ റിയലൈസ് ചെയ്ത വാല്യൂ ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഇത്. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടണമെങ്കിൽ എന്താണ്? 8500 ഡിവൈഡ് ബൈ 450.
450 എന്താണ് ഔട്ട്പുട്ടാണ്, എത്രത്തോളം ഔട്ട്പുട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് 450. ഓക്കെ, അപ്പം അതാണ് നോർമൽ ലോസ്. ഇനി അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ സാധാരണ ഒരു ഗതിയിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത ലോസസ് ആണ്. അതായത് ഇപ്പം തെഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കെയർലെസ്നെസ് കൊണ്ട്, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി കൊണ്ടൊക്കെ സംഭവിക്കുന്ന ലോസസിനെ നമ്മൾ അബ്നോർമൽ ലോസസ് എന്നാണ് പറയുക. അതായത് നോർമൽ ലോസ് അല്ലാത്ത എല്ലാ ലോസസിനെ അബ്നോർമൽ ലോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അബ്നോർമൽ ലോസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ, യു ഷുഡ് ഈ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യണത്. വർക്ക്ഔട്ട് ദി നോർമൽ ക്വാണ്ടം ഓഫ് നോർമൽ ലോസ് ആൻഡ് ഷോ ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി റെസ്പെക്റ്റീവ് പ്രോസസ്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ നോർമൽ ലോസ് നമ്മൾ നോട്ട് ചെയ്തു, നമ്മൾ പ്രോസസ്സിൻ്റെ നോർമൽ ലോസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്തു. അതേമാതിരി നമ്മൾ ഇവിടെ അതേപോലെ തന്നെ നോട്ട് ചെയ്യാം. അതിനുശേഷം അസ്യൂം ദർ ഇസ് നോ അബ്നോർമൽ ലോസ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്രയാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇനി അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ് യൂണിറ്റ്സ്. അതായത് ഇവിടെ നമ്മൾ അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് നമ്മളൊരു ഗുഡ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ള അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കോസ്റ്റ് ആവും ആ ഒരു ബേസിസിലാണ് നമ്മളിവിടെ അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുക. അപ്പം നമുക്കിവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. അപ്പം അബ്നോർമൽ ലോസ് വന്ന യൂണിറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അബ്നോർമൽ ലോസ് യൂണിറ്റ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്, നമ്മൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ദ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്, ഏത് പ്രോസസ്സിനകത്താണ് അബ്നോർമൽ ലോസ് വന്നിട്ടുള്ളത് അത് നമ്മൾ അബ്നോർമൽ ലോസ് വെച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ദ ബാലൻസ് ഇൻ ദി പ്രോസസ് അക്കൗണ്ട് ഷാൽ നൗ ഷോ ദി കോസ്റ്റ് ഓഫ് ദി ആക്ച്വൽ ഔട്ട്പുട്ട്. അതിൻ്റെ ബാലൻസ് എന്ന് പറയാം. അതായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പം അതിൻ്റെ ബാലൻസ് ആണ് ആക്ച്വലി കോസ്റ്റ് ഓഫ് ദി ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റാണ് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അടുത്തത് നമ്മളൊരു അബ്നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അബ്നോർമൽ ലോസ് അക്കൗണ്ടിനകത്ത് അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും. ഇൻ കേസ് അത് നമുക്ക് ഈ അബ്നോർമൽ പ്രൊഡക്ട്സ് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് സ്ക്രാപ്പ് വാല്യൂ വെച്ചിട്ട് അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് അബ്നോർമൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഇല്ലുസ്ട്രേഷൻ 3. അപ്പം ഇല്ലുസ്ട്രേഷൻ 3 നമുക്ക് നോക്കാം. 1200 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രോസസ് ഓഫ് കോസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹12,000 ആണ് ആയിട്ടുള്ളത്. അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് ഇപ്പം 10 ആണ്. അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുള്ളത് 3,000 ആണ്. ഫോർ പാസ്റ്റ് എക്സ്പീരിയൻസ് ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ് നോർമൽ ലോസ് ഈക്വൽ ടു 1/6 ഓഫ് ദി ഇൻപുട്ടിൻ്റെ 1/6 നോർമൽ ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇൻപുട്ട് ഈസ് എക്സ്പെക്റ്റഡ് വിത്ത് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 പെർ യൂണിറ്റ് ആണ്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദി പ്രോഡക്റ്റ് പീരീഡ് വാസ് 900 യൂണിറ്റ്സ്. അതായത് 3,000 ആണ് നമ്മുടെ അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ഇൻപുട്ടിൻ്റെ അതായത് 1,200ൻ്റെ എത്രയാണ് 1/6 ആണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അതെത്രയാണ് 200. അപ്പോൾ 1,200ൽ നിന്ന് 200 നോർമൽ ലോസ് ആയിട്ടുള്ള 200 കുറയ്ക്കുമ്പോൾ 1,000 ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 900 ആണ്. അപ്പം അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് എത്രയാണ് 100 ആണ് അബ്നോർമൽ ലോസ്. അതായത് 1,000 ആണ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത്. നോർമൽ ലോസ് 200, 1,000 ആണ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ഒരു 100 കൂടെ അബ്നോർമൽ ലോസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. മെറ്റീരിയൽ എഴുതി 1,200 യൂണിറ്റ്സ്, ₹12,000. അതർ എക്സ്പെൻസസ് 3,000. ഇനി നോർമൽ ലോസിൻ്റെ 200 യൂണിറ്റ്സ് ആണുള്ളത്. ഈ 200 യൂണിറ്റ്സിൻ്റെ റിയലൈസ് ചെയ്യണ വാല്യൂ ₹1 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ 200 തന്നെ എമൗണ്ട് കിട്ടും. അടുത്തത് അബ്നോർമൽ ലോസ് 100 ആണ് അബ്നോർമൽ ലോസ് ആയിട്ട് വരിക. 100 അതവിടെ എഴുതി.
അതിനുശേഷം നമ്മൾ ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നോക്കേണ്ടത്. ഈ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് പ്ലസ് ചെയ്യുക, അതായത് 12,000-ഉം 3,000-ഉം പ്ലസ് ചെയ്യുക, അതിൽ നിന്ന് നോർമൽ ലോസ് കുറയ്ക്കാം. അതായത് മൊത്തം പറഞ്ഞാൽ ഇത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അതായത് ഇതുവരെ നമ്മളിപ്പം എഴുതിയിട്ടുള്ളൂ, ഇവിടെ നിങ്ങോട്ട് താഴത്തോട്ട് എഴുതിയിട്ടില്ല. അപ്പം ഇത് ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ ചെയ്യുക. അതായത് 12,000 പ്ലസ് 3,000 15,000 മൈനസ് 200. അപ്പം നമുക്ക് 14,800 കിട്ടും. ഡിവൈഡഡ് ബൈ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പം 14,800 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്? 14.80. അപ്പോൾ ഈ അബ്നോർമൽ ലോസ് നമ്മളൊരു നോർമൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് ഇവിടെ ചെയ്യാം. അപ്പം നോർമൽ യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര? 100 ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ്, അതായത് 14.80. അപ്പോൾ 1,480 വരും. അതിനുശേഷം ഇത് നമ്മൾ ബാലൻസ് ചെയ്യും, അതായത് 1,200 യൂണിറ്റ്സും ബാലൻസ് ചെയ്യും, ബാലൻസ് വരുന്ന എമൗണ്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇത് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുക. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അതാണ് ഇവിടെ 100 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ഇത്. ഇപ്പോൾ നമ്മൾ നോർമൽ ലോസിന് പെർ യൂണിറ്റിന് 1 rupees പെർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അതേമാതിരി നമുക്ക് സ്ക്രാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 100 യൂണിറ്റ്സിന് പെർ യൂണിറ്റ് 1 ആകുമ്പോൾ 100 rupees കിട്ടും. ബാലൻസ് വരുന്നത് ഇതാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരിക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഇത് ക്യാഷ് അല്ല വരിക, ഇത് ഇവിടെയാണ് വരിക. ഇവിടെയാണ് ബൈ ക്യാഷ് വരിക, ഇത് ഇവിടെയാണ് വരിക. ഓക്കെ, ബൈ P&L അക്കൗണ്ട്. ഇതിൻ്റെ ബാലൻസ് നമ്മൾ P&L അക്കൗണ്ടിലോട്ട്, കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യാണ് ചെയ്യുക. അപ്പം അതാണ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അബ്നോർമൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി അബ്നോർമൽ എഫക്റ്റീവ്നെസ്, അതായത് ഇപ്പോൾ അബ്നോർമൽ ലോസ് വരുന്ന പോലെ തന്നെ നമുക്ക് ഗെയിൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇവിടെ അബ്നോർമൽ ഗെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഗെയിൻ ആണിത്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം അബ്നോർമൽ ലോസ് ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് അബ്നോർമൽ ഗെയിൻസ് ഉണ്ടാകാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി കൂടുക, അതേമാതിരി ഇപ്പം നമ്മൾ നോർമൽ ലോസ് എസ്റ്റിമേറ്റ് ചെയ്തത് കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അബ്നോർമൽ ഗെയിൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അബ്നോർമൽ ലോസ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അതേപോലെ തന്നെയാണ് അബ്നോർമൽ ഗെയിനും നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതായത് നോർമൽ ഔട്ട്പുട്ടിൻ്റെ അതേ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അബ്നോർമൽ ഗെയിനും ട്രീറ്റ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ 3ൻ്റെ ബേസ്ഡ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1050 ആണ്. അത് നേരത്തെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 900 ആണ്. ഇവിടെ നമ്മൾ 1050 ആക്കി. നോർമൽ ഔട്ട്പുട്ട് എത്രയായിരുന്നു? 1000 ആയിരുന്നു. അപ്പം അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്, അതായത് കുറത്തൊട്ട് മുമ്പുള്ള ഇല്ലുസ്ട്രേഷനിലെ അതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അവിടെ നോർമൽ ഔട്ട്പുട്ട് എത്രയാണ്? 1000 ആണ്. ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 1050 ആണ്. അപ്പോൾ 50 എന്ന് പറയുന്നത് അബ്നോർമൽ ഗെയിൻ ആണ്. അത് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യാം. അതായത് അബ്നോർമൽ ലോസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അബ്നോർമൽ ഗെയിൻ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ അതേപോലെ തന്നെ എക്സ്പെൻസസുകൾ, അതായത് മെറ്റീരിയൽ ചാർജ് ചെയ്തു, എക്സ്പെൻസ് സെയിം ആണ്, അതും ചാർജ് ചെയ്തു. അതിനുശേഷം നമ്മൾ നോർമൽ ലോസ് എത്രയാണെന്നുള്ളത് 200. അതിനുശേഷം നമ്മളിത് ബാലൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം? നേരത്തെ അതേ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ തന്നെയാണ്, കാരണം അതേ വാല്യൂസ് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് 14.80 ആണ് വാല്യൂ കിട്ടാം ഇൻറ്റു 15. അപ്പോൾ 740 ആണ് നമ്മളുടെ ഗെയിൻ. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ ഇട്ട് എന്നിട്ട് നമ്മളിത് ഫുള്ള് ബാലൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് കിട്ടുക. അതേമാതിരി ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് 1050, അതാണ് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ അബ്നോർമൽ എഫക്റ്റീവ്നെസ് ട്രീറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അവിടെ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അക്കൗണ്ടിൽ ഇതുണ്ടാവുക, അതായത് പ്രോസസ് അക്കൗണ്ടൊക്കെ ഉണ്ടാവുക. അതായത് അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോസസ് അക്കൗണ്ട് ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റിലാണ് ഉണ്ടാവുക, കാരണം അത് ലോസ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഗെയിൻ ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്തത് ഇവിടെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ബൈ പ്രോസസ്സ് 740 rupees അത് നോർമൽ ലോസ് ആയിട്ട് നമ്മൾ
അതായത് 50 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു? നോർമൽ ലോസ് അൺറിയലൈസ്ഡ് സ്ക്രാപ്പ് വാല്യൂ ആണ്. അത് നമുക്ക് ശരിക്കും 50 നോർമൽ ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ 50 റുപ്പീസ് നമുക്ക് കിട്ടിയേനെ. അതാണിത്. അപ്പം അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചാർജ് ചെയ്യാനുള്ള എമൗണ്ട് കിട്ടും. ഇത് ബാലൻസിങ് ഫിഗറാണ്. ഇത് ബാലൻസിങ് ഫിഗറാണ്. അതാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻസ് ആണ്. അപ്പം അതാണ് പ്രോസസ് കോസ്റ്റിംഗ്. താങ്ക് യു.